ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസൈൻ ഓഫ് റൺവേ ആൻഡ് ടാക്സിവേ എയർപോർട്ട് എഞ്ചിനീയറിംഗിന്റെ ഒരു പോർഷന്റെ MCQs ആണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിന്റെ PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം വരാൻ പോകുന്ന AE എക്സാമുകൾക്കും അതുപോലെ തന്നെ ഓവർസിയർ എക്സാമുകൾക്കും നിങ്ങൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്യണം. അതുപോലെ റെക്കോർഡഡ് വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡൗൺലോഡ് ദ ഇമെറിറ്റ് ആപ്പ്, എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റൺവേ ടാക്സിവേ ഈ എയർപോർട്ട് എഞ്ചിനീയറിംഗിൽ AEയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. ഈ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ LSGD, അതുപോലെ തന്നെ AEയുടെ ഹാർബർ, അങ്ങനെയുള്ള പല എക്സാം പേപ്പറുകളിലും നമ്മൾ വന്നിട്ട് എയർപോർട്ട് എഞ്ചിനീയറിംഗിന്റെ പോർഷൻസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് വന്നിട്ട് ദ വിൻഡ് ഇന്റൻസിറ്റി ഡ്യൂറിങ് എ കാം പീരീഡ് ഇൻ റൺവേസിൽ കാം പീരീഡിന്റെ സമയത്തുള്ള വിൻഡ് ഇന്റൻസിറ്റി എന്താണ്? ഓക്കെ, കാം പീരീഡ് എന്ന് വെച്ചാൽ എന്താണെന്ന് ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആപ്പ് ലൈവിൽ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട്. സോ നമ്മൾ ഈ ആപ്പ് ലൈവിൽ ഓൾറെഡി ക്ലാസ് എടുത്തതിന് ശേഷമാണ് നമ്മൾ PYQs ഡിസ്കസ് ചെയ്യുന്നത് യൂട്യൂബിൽ. സോ വിൻഡ് ഇന്റൻസിറ്റി ഡ്യൂറിങ് കാം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിൻഡ് ഇന്റൻസിറ്റി അറൌണ്ട് 6 km/h താഴെയുള്ളത്. ഓക്കെ, ബിലോ 6.4 km എന്നാണ് ICA ചില ബുക്സിൽ കൊടുത്തിരിക്കുന്നത്. സോ മാത്രമല്ല നമ്മുടെ PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിന് മുമ്പ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യനിൽ ഇത് 6.4 km എന്നാണ് കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പോൾ ദ കാം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡ് ഇന്റൻസിറ്റി ഈസ് ബിലോ ദി 6.4 km/h. ഓക്കെ, the application of dash diagram is used to find the orientation of runway to get the desired wind coverage. ആർക്കെങ്കിലും ആൻസർ അറിയാമെങ്കിൽ ഇടാവുന്നതാണ്. ആൽഫബറ്റ് കോഡ് മാത്രം ഇട്ടാൽ മതി. ആൽഫബറ്റ് കോഡ് ഇടാവുന്നതാണ്. ആർക്കെങ്കിലും ആൻസർ അറിയോ? ഓക്കെ, ഞാൻ ഒരു 30 seconds ടൈം തരാം കേട്ടോ. ടൈമർ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ടൈമർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ടൈമർ കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ഐ തിങ്ക് യു കാൺ സീ ദ ടൈമർ. ഓക്കെ, ഇതിന്റെ ആൻസർ എന്താണെന്നറിയോ? ഇറ്റ് ഈസ് വിൻഡ് റോസ് ഡയഗ്രാം. ഓക്കെ, വിൻഡ് റോസ് ഡയഗ്രാം ആണ് ആൻസർ. വിൻഡ് റോസ് ഡയഗ്രാം എന്ന് വെച്ചാൽ എന്താണ്? ദ ഡയഗ്രാമാറ്റിക് ഓർ ഗ്രാഫിക്കൽ റിപ്രസെന്റേഷൻ ഓഫ് വിൻഡ് ഡേറ്റാസ്. ഒരു 5 to 10 ഇയേഴ്സിന്റെ വിൻഡ് ഡേറ്റാസ് എടുത്തിട്ട് ആ വിൻഡ് ഡേറ്റാസ് എല്ലാം കൂടി കളക്ട് ചെയ്ത് നമ്മളൊരു ചാർട്ട് ഫോം ചെയ്യും. ആ ചാർട്ട് ഏകദേശം ഒരു റോസിന്റെ ഷേപ്പിൽ വരുന്നതുകൊണ്ടാണ് അതിനെ വിൻഡ് റോസ് ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ വന്നിട്ട് വിൻഡ് റോസ് ഡയഗ്രാം. വിൻഡ് റോസ് ഡയഗ്രാം കിട്ടിയല്ലോ അല്ലേ? The runway orientations are made so that the landing and takeoff are against the wind direction, along the wind direction, perpendicular to wind direction, none of these. അറിയാന്നുള്ളവരുണ്ടെങ്കിൽ ഏത് കോഡാണെന്ന് വെച്ചിട്ടുള്ളൂ കേട്ടോ. A ആണോ, B ആണോ, C ആണോ? കുറച്ച് സമയം തരാം, നിങ്ങൾക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ ആൻസർ ആലോചിക്കാനുള്ള ടൈമും. ഓക്കെ, അറിയാന്നുള്ളവർ കോഡ് ഇടുക. ഇറ്റ് ഈസ് അഗെൻസ്റ്റ് ദ വിൻഡ് ഡയറക്ഷൻ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൺവേ വന്നിട്ട് ഓറിയന്റ് ചെയ്യുന്നത് ഏതിന്റെ ബേസിസിലാണ്? ഹെഡ് വിൻഡിന്റെ. ഇറ്റ് ഈസ് ഓറിയന്റഡ് ഇൻ ഹെഡ് വിൻഡ്. ഓക്കെ, ഹെഡ് വിൻഡ് വന്നിട്ട് എഗെയിൻസ്റ്റ് ദ വിൻഡ് ഡയറക്ഷനിലാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? നമുക്ക് വന്നിട്ട് ലാൻഡിങ്ങിന്റെ സമയത്ത് അത് സ്മൂത്ത് ആയിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റണം. രണ്ടാമത് ടേക്ക് ഓഫിന്റെ സമയത്ത് വിങ്ങിന് ഒരു പുള്ള് കിട്ടണം, അല്ലെ? വിങ്ങിന് ഒരു ടേക്കിംഗ് കിട്ടണം, ലിഫ്റ്റിംഗ് കിട്ടണം. ആ ലിഫ്റ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എഗെയിൻസ്റ്റ് ദ വിൻഡ് ഡയറക്ഷൻ ആണ് നമ്മൾ റൺവേ പ്ലേസ് ചെയ്യാറുള്ളത്. ഓക്കെ, ആസ് പെർ ICAO then the Civic Aviation Organization ആണ് ഇപ്പോൾ നമ്മുടെ ICAO എന്ന് പറഞ്ഞാൽ മിനിമം വിഡ്ത്ത് ഓഫ് സേഫ്റ്റി ഏരിയ ഫോർ ഇൻസ്ട്രുമെന്റൽ റൺവേയുടെ മിനിമം സേഫ്റ്റി ഏരിയ അറിയാന്നുള്ളവരൊന്ന് ടെക്സ്റ്റ് ഇട്ടേ. ABCD 78, 150, 300, 450. ഇതിൽ ഏതായിരിക്കും ആൻസർ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഗെസ്സിങ്ങും കൂടി ഇടാം കേട്ടോ. ഓക്കെ, ആൻസർ ഇസ് 300 meters. 300 meters ആണ് ആൻസർ. അപ്പോൾ ആസ് പെർ ICAO
The minimum width of safety area for instrumental runway is 300 meters. Okay. As per ICAO, for A, B, C types of airport, maximum effective transverse longitudinal grades in percentage. Effective, pinna transverse, pinna longitudinal grades in percentage are respectively are. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഈ എയും ബിയും സിയും ടൈപ്പിന് വന്നിട്ട് ഓരോ ടൈപ്പിനും മാക്സിമം എഫക്റ്റീവ് ഗ്രേഡിയൻറ്റ് ഇൻ കേസ് ഓഫ് എന്താണ് റൺവേസ്. അപ്പം ട്രാൻസ്വേഴ്സ് ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രേഡ്സ്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചേക്കണം എന്ന്. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ് ഇതിനകത്ത് നിന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻസ്. ഓക്കെ. സോ ആൻസർ എന്താണെന്ന് അറിയാന്നുള്ളവർ കോഡ് ഒന്ന് ഇട്ടേ. അറിയാന്നുള്ളവർ എ ബി സി ഡി ഏതാണെന്ന് വെച്ചൊന്ന് ഇട്ടേ. എ വന്നിട്ട് ഇത് മാക്സിമം എഫക്റ്റീവ് ഗ്രേഡിയൻറ്റ്. ഓക്കെ. ഇത് എഫക്റ്റീവ് ഗ്രേഡിയൻറ്റിൻ്റെ, ഇത് ട്രാൻസ്വേഴ്സ് ഗ്രേഡിയൻറ്റിന്, ഇത് ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റിന്. ഓക്കെ. ഏതാണ് ആൻസർ എന്നുള്ളത് പറയാമോ? ഓക്കെ. ആൻസർ വന്നിട്ട് 1 ആണ്. എഫക്റ്റീവ് ഗ്രേഡിയൻറ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റ് എ ബി സി ടൈപ്സിന് എഫക്റ്റീവ് ഗ്രേഡിയൻറ്റ് അതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ ആണ്. ഇഫക്റ്റീവ് ഗ്രേഡിയൻറ്റ് 1% വേണം. അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് ഗ്രേഡിയൻറ്റ് 1.5% വേണം. അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ. ഓക്കെ. ലോഞ്ചിറ്റ്യൂഡിനൽ 1.5%. ഓക്കെ. ഇതാണ് ഫോർ എ ബി സി ആൻഡ് ടൈപ്പ് ഓഫ് എയർപോർട്സിന്. As per ICAO, the rate of change of longitudinal gradient per 30-meter length of vertical curve of A and B type of airport is limited to a maximum of. ഇതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രേഡിയൻ്റ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു റൺവേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു റൺവേ സ്ട്രെയിറ്റ് ആയിട്ടല്ലല്ലോ എപ്പോഴും പോകണമെന്നില്ലല്ലോ, അല്ലേ? ചില സമയത്ത് എന്ത് പറ്റും, നമുക്ക് ചില സമയത്ത് ഒരു ടേണിങ് കൊടുക്കേണ്ടി വരും, അല്ലേ? അപ്പം ഇങ്ങനെ ഒരു സ്ഥലം, ഇങ്ങനെ ഒരു ടേണിങ് നമ്മൾ കൊടുക്കുന്ന സിറ്റുവേഷനിൽ എന്ത് പറ്റും, ഇങ്ങനെ വന്നിട്ട് ഒരു ജർക്കിങ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലേ? ഇങ്ങനെ കുത്തനെ വന്നിട്ട് തിരിയാനായിട്ട്. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മളൊരു ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റിന് ഒരു റേറ്റ് ഓഫ് ചേഞ്ച് കൊടുക്കുന്നു. ഓക്കെ. ഈ റേറ്റ് ഓഫ് ഇങ്ങനെ ഒരു ഇതിന് ടേണിങ് റേഡിയസും ഉണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ. ഇതിന് വന്നിട്ട് ഒരു ജർക്കിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഓക്കെ വി വിൽ ബി പ്രൊവൈഡിങ് എ സ്മൂത്ത് കർവ് ആയിട്ട് കൊടുക്കും ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റിൽ. സോ ഈ ഇതിനെ പറയുന്നതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റ്. ഇതിന് കുറച്ച് ലിമിറ്റിംഗ് വാല്യൂസ് ഉണ്ട്. ഫോർ പെർ 30 meter ലെങ്ത് ഓഫ് ദ വെർട്ടിക്കൽ കർവ് ഫോർ എ ആൻഡ് ബി ടൈപ്പ് എയർപോർട്സ് ഇറ്റ് ഇസ് ലിമിറ്റഡ് ടു എ മാക്സിമം ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റ്. മനസ്സിലായല്ലോ എന്തിനാ ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റ് റേറ്റ് ഓഫ് ചേഞ്ച് കൊടുക്കുന്നതെന്ന്? അതായത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തിരിയുമ്പോൾ ഒരു ജർക്കിംഗ് ഉണ്ടാവും. ഈ ജർക്കിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്മൂത്ത് കർവ് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് വി വിൽ ബി പ്രൊവൈഡിങ് എ ലോഞ്ചിറ്റ്യൂഡിനൽ ഒരു ഗ്രേഡിയൻറ്റ്, ഒരു റേറ്റ് ഓഫ് ചേഞ്ച് കൊടുക്കും. ഒരു ചെറിയ നല്ല സ്മൂത്ത് ചെയ്ത് കൊടുക്കും. ആ വാല്യൂവിൻ്റെ ലിമിറ്റഡ് വാല്യൂ ഫോർ ദ എ ആൻഡ് ബി ടൈപ്പിന് വന്നിട്ട് 0.1% ആണ്. 0.1%. ഓക്കെ. അടുത്തത്, an airport has 4 gates. ഓക്കെ. ഇതൊരു പ്രോബ്ലം ആണ്. an airport has 4 gates if airport has 4 gates if the weighted average of average gate occupancy time is 30 minutes and gate utilization factor is 0.5, then the capacity of the gate will be. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതൊരു ഫോർമുല ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോർമുല വന്നിട്ട് C is equal to GU/T. ഓക്കെ. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ. ഇതിൽ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റ് കപ്പാസിറ്റി. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗേറ്റ് കപ്പാസിറ്റി. അതുപോലെ തന്നെ ജി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഗേറ്റ്സ്, ഗേറ്റുകളുടെ എണ്ണം. ഓക്കെ. ഇനി യു ഇസ് ഈക്വൽ ടു യൂട്ടിലൈസേഷൻ ഫാക്ടർ. അതുപോലെ തന്നെ ടി is equal to weighted average
gate occupancy time, average gate occupancy time. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഗേറ്റ് കപ്പാസിറ്റി ആണ്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ജി വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ് ജി തന്നിരിക്കുന്നത്? ജി ഇസ് ഈക്വൽ ടു ജി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഗേറ്റ്സ് ആണ്. നമ്പർ ഓഫ് ഗേറ്റ്സ് വന്നിട്ട് 4 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യൂട്ടിലൈസേഷൻ ഫാക്ടർ 0.5 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ടി ഈസ് ദി വെയ്റ്റഡ് ആവറേജ് ഓഫ് ദി ഗേറ്റ് എന്ന് പറയുന്നത് 30 മിനിറ്റ്സ് എന്ന് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പെർ അവറിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനെ ഒന്ന് അവറിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം. ഡിവൈഡഡ് ബൈ 60 അവേഴ്സ് എന്ന് എഴുതണം. എന്നിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം സി ഇസ് ഈക്വൽ ടു ജി എന്ന് പറയുന്നത് എത്രയാണ്? 4 ഇൻറ്റു 0.5 ഡിവൈഡഡ് ബൈ നമ്മുടെ ടി. 0.5 ഡിവൈഡ് ബൈ ടി എന്ന് പറയുന്നത് 30/60 ആണ്. ബൈ 60 എന്ന് പറയുന്നത് എങ്ങനെ വരും? റെസിപ്രോക്കൽ പോകുമ്പം മേലേക്ക് പോകും അല്ലേ? 60 വന്നു. ഇനി ഇതിൽ ലൈക്ക് ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് കളയാലോ. 60 പോയി. അതുപോലെ തന്നെ 3 ഇവിടെ എവിടെയും ക്യാൻസൽ ചെയ്യാലോ. ഇത് 2 ആയി. ഓക്കെ, ഇത് 2 വന്നു. അപ്പം 8 ഇൻറ്റു 0.5 വന്നു. 8 ഇൻറ്റു 0.5 0.5 എന്ന് പറഞ്ഞാൽ 1/2 ആണല്ലോ. അപ്പം 8/2 ആണ്. അപ്പം 4 എന്ന് കിട്ടി. അതായത് 4 എയർക്രാഫ്റ്റ്സ് പെർ അവർ. ഓക്കെ, നമ്മുടെ ആൻസർ വന്നിട്ട് 4 എയർക്രാഫ്റ്റ്സ് പെർ അവർ. അപ്പൊ മനസ്സിലായല്ലോ എങ്ങനെയാ വർക്ക്ഔട്ട് ചെയ്തതെന്ന്. അതായത് സി ഇസ് ഈക്വൽ ടു ദ ഗേറ്റ് കപ്പാസിറ്റി, സി ഇസ് ഈക്വൽ ടു ജി യു ബൈ ടി ആണ് ഇക്വേഷൻ. സി എന്ന് പറയുന്നത് ഗേറ്റ് കപ്പാസിറ്റി, അതുപോലെ ജി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഗേറ്റ്സ്, യു എന്ന് പറയുന്നത് യൂട്ടിലൈസേഷൻ ഫാക്ടർ, ടി ഇസ് ദ വെയ്റ്റഡ് ആവറേജ് ഗേറ്റ് ഓക്യുപ്പൻസി ടൈം. ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് ഗേറ്റ്സ് തന്നിട്ടുണ്ട്, 4 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വെയ്റ്റഡ് ആവറേജ് 30 മിനിറ്റ്സ് ആണ്. നമ്മുടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം പെർ അവറിലായതുകൊണ്ടാണ് ഞാൻ ഇതിനെ കൺവേർട്ട് ചെയ്തത്. ഓക്കെ, അതുപോലെ തന്നെ ഗേറ്റ് യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 0.5. ഓക്കെ, യു ഇസ് ഈക്വൽ ടു 0.5 എന്നാണ്. അപ്പൊ അതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ 4. അതായത് 4 എയർക്രാഫ്റ്റ്സ് പെർ അവർ എന്ന് കിട്ടി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കണം. നെക്സ്റ്റ്, the capacity of a gate which is available to all classes of aircrafts as per the details given below. So ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഗേറ്റ് വിച്ച് ഇസ് അവൈലബിൾ ടു ഓൾ ക്ലാസ്സസ് ഓഫ് ദി എയർക്രാഫ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. എല്ലാ ക്ലാസ്സസ് ഓഫ് എയർക്രാഫ്റ്റിനും ഒരേ ഗേറ്റ് കപ്പാസിറ്റി. ഇനി എയർക്രാഫ്റ്റ് ക്ലാസ്സസ് പറഞ്ഞിട്ടുണ്ട് 1, 2, 3 ടൈപ്പിന് വന്നിട്ട് 10, 30, 60 എന്നും ആവറേജ് ഓക്യുപ്പൻസി ടൈം പെർ മിനിറ്റ് വന്നിട്ട് 20, 40, 60. ഇതിൽ നമ്മൾ മിനിറ്റിൽ തന്നെ ആൻസർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണ്ട. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം നമ്മൾക്ക് നോക്കാട്ടോ. ദ ഗേറ്റ് കപ്പാസിറ്റി നമ്മൾ ആ ഇക്വേഷനിൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടൈം കൺസ്യൂമിങ് ആവും. സോ അതിന് എളുപ്പമായിട്ട് നമുക്കിത് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, the gate capacity for single gate ആണിത്. ഓക്കെ, single gate is equal to 1 divided by weighted service time. Service time എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ occupancy time. ഓക്കെ, ഇതെല്ലാം നമ്മൾ പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്ത് എഴുതണം. ഓക്കെ, ഇത് 1 എന്നുള്ളത് അപ്പോൾ 0.1 ആയി. ഓക്കെ, 30 എന്നുള്ളത് 0.3 ആയി. അതുപോലെ തന്നെ 0.6 ആയി. ഓക്കെ, ബൈ 100 ചെയ്തിട്ട് എഴുതണം കേട്ടോ. ബൈ 100 ചെയ്തിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് വാല്യൂസ് എഴുതണം. ഓക്കെ, ഇനി നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോഴേ കൺവേർട്ട് ചെയ്താലും മതി. ഓക്കെ, സോ ഞാനിത് പെർസെൻറ്റേജ് ഒന്ന് കൺവേർട്ട് ചെയ്ത് എഴുതി ഈ കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് എഴുതിയേ ഉള്ളൂ. ഓക്കെ, സോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സം എടുക്കണം. ഓക്കെ, ദാറ്റ് ഈസ് 0.1 ഇൻറ്റു ആവറേജ് ഓക്യുപ്പൻസി എത്രയാണ്? 20. ആദ്യ 20 മിനിറ്റ്സിൻ്റെ. ഇനി അടുത്തത് 0.3 ഇൻറ്റു 40 പ്ലസ് 0.6 ഇൻറ്റു 60. ഓക്കെ, അപ്പം ഇതിൻ്റെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ ഏകദേശം 0.02 എന്ന് കിട്ടും കേട്ടോ. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് സ്റ്റെപ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഗേറ്റ് കപ്പാസിറ്റി ഫോർ എ സിംഗിൾ ഗേറ്റ് എന്ന് പറയും 1/weighted സർവീസ് ടൈം എടുത്താൽ മതി. അതായത് നമുക്ക് വേറെ ഒരു ഡേറ്റാസും ഇതിനകത്ത് തന്നിട്ടില്ല. നേരത്തെ പ്രോബ്ലത്തിനെ പോലെ യൂട്ടിലൈസേഷൻ ഫാക്ടർ അങ്ങനെ ഒന്നും തന്നിട്ടില്ല. അപ്പം ഈ ക്വസ്റ്റ്യനിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു ഗേറ്റ് ആണ്, അതായത് സിംഗിൾ ഗേറ്റ് ഫോർ എന്താണ് സിംഗിൾ ഗേറ്റിന്റെ ഗേറ്റ് കപ്പാസിറ്റിയെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മിക്സ് പെർസെന്റേജസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം പെർസെന്റേജ് ഒന്ന് കൺവേർട്ട് ചെയ്ത് എഴുതുക. ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് 1/100 അതുപോലെ തന്നെ 10/100 30/100 60/100 എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. ഓക്കെ, അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഈസി കാൽക്കുലേഷൻ ആയിക്കോട്ടെ എന്ന് എസ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ. ഇങ്ങനെ 0.1 0.3 0.6 നാക്കി, അതുപോലെ തന്നെ 20 40 30 60 നാക്കി. ഇനി അതെല്ലാം കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം ചെയ്താൽ മതി. അപ്പൊ വെയിറ്റഡ് സർവീസ് ടൈമിന്റെ സം ഇതിന്റെ എല്ലാം കൂടി സം ചെയ്ത് 1/, ചെയ്യുക. അപ്പൊ യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ 0.02 എയർക്രാഫ്റ്റ്സ് പെർ മിനിറ്റ്. നമ്മുടെ ആൻസർ പെർ മിനിറ്റ് തന്നെയാണ് ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അവറിലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എഴുതിയിരിക്കണം. ഓക്കെ, the engine failure case for determining the basic runway length. The engine failure case for determining basic runway length may require, okay, only clear way, only stop way, either a clear way or a stop way, either a clear way or a stop way or both. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ആൻസേഴ്സ് ഒന്ന് ഇടോ. അറിയാന്നുള്ളവരാണെങ്കിൽ അറിയാന്നുള്ളത് ഓപ്ഷൻസ് ഇട്ടേ ഒന്ന്. ഏതായിരിക്കും? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ആൻസേഴ്സ് ഒന്ന് ഇട്ടേ. ആൻസർ തെറ്റിപ്പോന്ന് പേടിച്ചിട്ടൊന്നും ഇടാതിരിക്കുമൊന്നും വേണ്ട കേട്ടോ. നിങ്ങളുടെ തന്നെ ലെവൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അതായത് നോ വൺ ഇസ് ഗോയിങ് ടു ബോദർ നിങ്ങൾ തെറ്റിക്കുന്നുണ്ടോ ഇല്ലയോ. ഇതിനകത്ത് ചാറ്റിലല്ലേ നിങ്ങൾ ഇടുന്നുള്ളൂ. എ ബി സി ഡി ഏത് ഓപ്ഷൻ ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇടാം. ഓക്കെ ഓക്കെ, സോ ദ ആൻസർ വന്നിട്ട് എയ്തർ എ ക്ലിയർ വേ ഓർ എ സ്റ്റോപ്പ് വേ, അല്ലെങ്കിൽ രണ്ടും. ഓക്കെ, അല്ലെങ്കിൽ രണ്ടും. കിട്ടിയോ? ഓക്കെ, ദ മിനിമം വിഡ്ത്ത് ഓഫ് ക്ലിയർ വേ. ക്ലിയർ വേയുടെ മിനിമം വിഡ്ത്ത് എന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആൻസേഴ്സ് അറിയാവുന്നവർ ഒന്ന് ഇടുക. ദ മിനിമം വിഡ്ത്ത് ഓഫ് ക്ലിയർ വേ. ക്ലിയർ വേയുടെ മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 150 meters ആണ്. 150 meters is the minimum width of the clear way. Next question വന്നിട്ട് the monthly mean average daily temperature for the hottest month of the year is 25 degrees Celsius and monthly mean of maximum daily temperature of the same month for the same month of the year is 46 degrees Celsius. The airport reference temperature. നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ ഞാൻ ഫോർമുല തന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ നിങ്ങൾക്കൊന്നും അറിയില്ല. അപ്പം എയർപോർട്ട് റിഫറൻസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? റിഫറൻസ് ടെമ്പറേച്ചർ, റിഫറൻസ്. ഓക്കെ, എയർപോർട്ട് റിഫറൻസ് ടെമ്പറേച്ചർ തന്നെ എഴുതിത്തരാം. അതിന്റെ ഫോർമുല എയർപോർട്ട് റിഫറൻസ് ടെമ്പറേച്ചർ is equal to TA plus TM minus TA divided by 3. ഇതിൽ TA എന്ന് പറയുന്നത് എന്താണ്? TA എന്ന് പറയുന്നത് നമ്മളുടെ TA is equal to the average daily temperature. ഓക്കെ, TA എന്ന് പറയുന്നത് average daily temperature. അതുപോലെ തന്നെ TM എന്ന് പറയുന്നത് മാക്സിമം ഡെയിലി ടെമ്പറേച്ചർ. ഓക്കെ, മന്ത്ലി അല്ല, മീൻ ഓഫ് മാക്സിമം ഡെയിലി ടെമ്പറേച്ചർ. ഇതിലെല്ലാ സാധനങ്ങളും തന്നിട്ടുണ്ട് അല്ലെ. ആവറേജ് ടെമ്പറേച്ചർ എത്ര തന്നിരിക്കണേ? 25 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ തന്നെ മന്ത്ലി മാക്സിമം എത്ര തന്നിരിക്കണേ? 46 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ഓക്കെ, ഞാൻ ക്യാപിറ്റൽ ടി എന്ന് കൊടുക്കുവാണ് ഇതിന്. ഓക്കെ, ദെൻ ടി എത്രയാണ്? 25 പ്ലസ് ടി എം എത്രയാണ്? 46 മൈനസ് 25 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, 46 മൈനസ് 25 വന്നിട്ട് 21 എന്ന് വരും. ഓക്കെ, സോ 25 പ്ലസ് 21/3. 21/3 വന്നിട്ട്
ക്യാൻസൽ ചെയ്തൂടെ 7 ആവില്ലേ 25 പ്ലസ് 7 that is equal to 32 ഡിഗ്രി സെൽഷ്യസ്. ആൻസർ കിട്ടിയോ 32 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ ആൻസർ ഇസ് 32 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ നെക്സ്റ്റ് അടുത്തത് വന്നിട്ട് ഒരു ലോങ് ക്വസ്റ്റ്യൻ ആണ്. The total runway length is 1000 meters. The elevation at distances okay, the effective gradient പിടിക്കണം, ഇത് കുഴപ്പമില്ല. Okay, total runway length is 1000 meters. The elevation at distances 0, 200, 400, 600, 800, 1000 meters are 100, 99.2, 101, 101.8, 101.4 meters and 101 respectively. The effective gradient of the runway will be. Effective gradient ന്റെ definition എന്തായിരുന്നു? Effective gradient in definition എന്ന് പറയുന്നത് നമ്മളുടെ difference between highest and lowest. Okay, highest and lowest the percentage ലാണ് എഴുതുന്നത് divided by runway length into 100 പെർസെൻറ്റേജിൽ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ അപ്പം ഇതാണ് എഫക്റ്റീവ് ഗ്രേഡിയന്റിന്റെ ഫോർമുല. ഓക്കെ സോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എഫക്റ്റീവ് ഗ്രേഡിയന്റ് അല്ലേ? ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ്. ഇതിൽ ഹയസ്റ്റ് വാല്യൂ ഹയസ്റ്റ് എലിവേഷൻ വാല്യൂ എന്താണ്? 101, 101.8, 104. ഇതിലേതാണ്? 101.8 ആണ് അല്ലേ? അപ്പോൾ 101.8. ഇതിൽ ലോവസ്റ്റ് വാല്യൂ ഏതാണ് നോക്കിക്കഴിഞ്ഞാൽ it is 99.2 അല്ലേ? സോ ലോവസ്റ്റ് എലിവേഷൻ വാല്യൂ 99.2 ഡിവൈഡഡ് ബൈ റൺവേ ലെങ്ത് എന്താണ്? 1000 meters എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ഇൻറ്റു 100. ഓക്കെ സോ 101.8 മൈനസ് 99.2 നമ്മൾക്ക് ഏകദേശം 2.6 എന്ന് കിട്ടും. അത് ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 100. ഓക്കെ ലൈക്ക് ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞേ. അപ്പം 2.6 by 10 എന്ന് കിട്ടും. ഏകദേശം 0.26% എന്ന് കിട്ടും. കിട്ടിയോ? ഓക്കെ ഇനി ഫോർമുല വേണമെങ്കിൽ ഒന്ന് വൃത്തിയായിട്ട് എഴുതി തരാം കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ എഫക്റ്റീവ് ഗ്രേഡിയൻറ്റ് എന്നുള്ളത് ഓക്കെ എഫക്റ്റീവ് ഗ്രേഡിയൻറ്റ് നിങ്ങൾക്ക് ആൻസർ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ എൻ്റെ ശരി നീറ്റായിട്ട് എഴുതാൻ തോന്നിയതുകൊണ്ടാണ് കേട്ടോ മാച്ചത്. Okay. So effective gradient is equal to highest elevation എഴുതാം. Okay, highest elevation minus lowest elevation bracket 2 divided by runway length into 100. ഓക്കെ ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഈസി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. ഓക്കെ സോ ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഈസി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. നെക്സ്റ്റ് ദ ലെങ്ത് ഓഫ് ദി റൺവേ അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ഇസ് 2000 meters. The elevation of the airport site is 300 meter. Its reference temperature is 33.05 degree Celsius. Okay, the degree Celsius ആണ് കേട്ടോ. Okay, 33.05 degree Celsius. ഇത് 0 ഇല്ല കേട്ടോ. Okay, if the runway is to be constructed with an effective gradient of 0.25%, the corrected runway length is. അപ്പം ഇത് റൺവേ ലെങ്ത് കറക്റ്റ് ചെയ്യുന്നൊരു പ്രോബ്ലം ആണ്. ഇത് ഇങ്ങനെ തന്നെയും ചോദിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഇതിന്റെ കറക്റ്റഡ് റൺവേ ലെങ്ത് ബിറ്റ് ആയിട്ടുള്ള രീതിയിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്
ഓക്കെ, നമ്മൾ ഫ്രഷ് ആയിട്ടൊരു പേജ് എടുക്കാൻ പോവാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ റൺവേ ലെങ്തിന്റെ കറക്ഷൻ ഫോർ എലിവേഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ കറക്ഷൻ ഫോർ എലിവേഷൻ. ഓക്കെ, എങ്ങനെയാണ് എലിവേഷന്റെ കറക്ഷൻ അപ്ലൈ ചെയ്യുന്നത്? ഇതിനകത്തിൽ നമ്മൾക്ക് ഓൾറെഡി നമുക്ക് അറിയാമെന്നുള്ളൊരു സംഭവമുണ്ട്. എന്താണ്? നമ്മൾ റൺവേ ലെങ്ത് ഇൻക്രീസ് ചെയ്യണം. എപ്പോഴാണ്? റൺവേ ലെങ്ത്, നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, റൺവേ ലെങ്ത് ഇൻക്രീസ് at 7% per 300 meter റൈസ് എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ട് അല്ലേ? അപ്പൊ ഇതിന്റെ കറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് 7/100, 7ന്റെ പെർസെൻറ്റേജ് ഇൻറ്റു 300 റൈസ് എന്നല്ലേ പറഞ്ഞിരിക്കണേ. ഓക്കെ, 300 ക്വസ്റ്റ്യനിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. എലിവേഷൻ ഓഫ് ദി എയർപോർട്ട് സൈറ്റ് 300. അപ്പം എലിവേഷൻ ഓഫ് ദി എയർപോർട്ട് സൈറ്റ് 300 ഡിവൈഡഡ് ബൈ 300. ഇത് 300 എലിവേഷൻ ഓഫ് ദി എയർപോർട്ട് സൈറ്റ് ആണ് കേട്ടോ. രണ്ടും 300 ആയതുകൊണ്ട് ആകെ മൊത്തം കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, ഞാനിത് എഴുതി വെച്ചേക്കാം എന്താണ് അതെന്ന്. ഇത് എലിവേഷൻ ഓഫ് എയർപോർട്ട്, ഇത് ഗിവൺ ആണ്. ഓക്കെ, ഇത് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ആണ്, മാറിപ്പോരുത്. ഓക്കെ, ഇൻറ്റു റൺവേയുടെ ലെങ്ത് 2000 മീറ്റേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത്, ഇത് മൊത്തം ക്യാൻസൽ ആയി പോകും അല്ലേ? ഈ 300 ക്യാൻസലായി, അതുപോലെ തന്നെ 100 ക്യാൻസലായി. സോ നമുക്ക് കിട്ടുന്ന ആൻസർ 140 മീറ്റേഴ്സ്. കിട്ടിയോ? അപ്പൊ കറക്ഷൻ ഫോർ എലിവേഷൻ. ഇനി എലിവേഷന്റെ കറക്റ്റഡ് ലെങ്ത് എടുക്കാലോ. ഓക്കെ, കറക്റ്റഡ് ലെങ്ത് is equal to 2000 plus 140, that is equal to 2140 meters. അപ്പോൾ എലിവേഷൻ കറക്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത കറക്ഷൻ ആണ്. ഓക്കെ, അടുത്ത കറക്ഷൻ വന്നിട്ട് നമുക്ക് ടെമ്പറേച്ചർ കറക്ഷൻ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ടെമ്പറേച്ചർ കറക്ഷൻ. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ കറക്ഷൻ ഫോർ എലിവേഷൻ തനിയെ ചോദിക്കും. ഓക്കെ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കണക്ഷൻ തനിയെ ചോദിക്കും. അപ്പം ഇതിനകത്തിൽ ദ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ, ഒരു ഫോർമുല ഉണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഫോർമുല എന്താണ്? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ at any elevation is equal to temperature at mean sea level minus 0.0065 into elevation. നമുക്ക് തന്നിരിക്കുന്ന എലിവേഷൻ ആണ് കേട്ടോ. അപ്പോൾ ടെമ്പറേച്ചർ അറ്റ് മീൻ സീ ലെവൽ വന്നിട്ട് എടുത്തിരിക്കുന്നത് 15 ഡിഗ്രി സെൽഷ്യസ് 0.0065 ഇൻറ്റു 300 എടുക്കണം. നമുക്ക് ആൻസർ വന്നിട്ട് ഏകദേശം 13.05 ഡിഗ്രി സെൽഷ്യസ് കിട്ടും. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ 13.056 ഡിഗ്രി സെൽഷ്യസ് കിട്ടും. ഇനി കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, correction for temperature is equal to airport reference temperature. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതാണ് കേട്ടോ ഇത്. എയർപോർട്ട് reference temperature minus standard temperature at any elevation. ഓക്കെ, അപ്പം സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ അറ്റ് എനി എലിവേഷൻ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ അറ്റ് എനി എലിവേഷൻ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. 13.05 ഡിഗ്രി സെൽഷ്യസ് കിട്ടി.
ഓക്കെ, അതായത് മീൻ സീ ലെവലിൽ 15 ഡിഗ്രി സെൽഷ്യസും മൈനസ് 0.065 ഇൻറ്റു 300 നമ്മുടെ എലിവേഷൻ ആണ് കേട്ടോ. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 300 ആണ് എലിവേഷൻ എന്ന്. അപ്പോൾ നമുക്ക് 13.6 കിട്ടി. ഇനി എയർപോർട്ട് റിഫറൻസ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ടി ഇസ് ഈക്വൽ ടു ഈ എയർപോർട്ട് റിഫറൻസ് ടെമ്പറേച്ചർ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതിനകത്ത് ഉപയോഗിക്കേണ്ട കാര്യമില്ല അല്ലേ? എന്തുകൊണ്ടാണ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ എയർപോർട്ട് റിഫറൻസ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ഓക്കെ, എയർപോർട്ട് റിഫറൻസ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് ഗിവൺ ആസ് ദ റിഫറൻസ് ടെമ്പറേച്ചർ ഇസ് ഗിവൺ ആസ് 33.05 ഡിഗ്രി സെൽഷ്യസ്. കണ്ട, 33.05 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ പോരെ? ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 33.05 ഡിഗ്രി സെൽഷ്യസ് മൈനസ് 13.05. ഓക്കെ, നമുക്ക് ആൻസർ ഏകദേശം 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് വന്നു. ഓക്കെ, ഇനി 20 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ പെർസെൻറ്റേജിൽ നമ്മുടെ കറക്റ്റഡ് ലെങ്തിനെ പെർസെൻറ്റേജിലേക്ക് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പം കറക്ഷൻ പെർസെൻറ്റേജ്, കറക്ഷൻ നമ്മൾ പെർസെൻറ്റേജിൽ എടുത്തിട്ടാണ് നമ്മൾ കാൽക്കുലേഷനിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെ എടുക്കുക? 2140 മീറ്റർ ലെങ്ത്തിന് 100 ഡിവൈഡ് ബൈ 100, 20 ഇൻറ്റു 20. ഓക്കെ, അല്ലെങ്കിൽ 20/100 കൊടുത്താലും മതി. ഓക്കെ, നമുക്ക് ആൻസർ 428 മീറ്റേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി അപ്പോൾ കറക്റ്റഡ് ലെങ്ത് ഇസ് ഈക്വൽ ടു നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച ലെങ്ത് ആണ് കേട്ടോ, 2140 പ്ലസ് ഈ 428 മീറ്റേഴ്സ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുക? 2568 മീറ്റേഴ്സ് എന്ന് കിട്ടും. കിട്ടിയോ? ഇപ്പൊ കിട്ടിയോ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഒരു ഒറ്റ ക്വസ്റ്റ്യനിൽ ഇതെല്ലാ സ്റ്റെപ്പുകളും ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് ബിറ്റായിട്ട് നോക്കണ്ടല്ലോ, ഒറ്റയടിക്ക് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, ഇതെല്ലാ ഇങ്ങനത്തെ പ്രോബ്ലംസ് വന്നിട്ട് ജസ്റ്റ് കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ കറക്ഷൻ ഫോർ എലിവേഷൻ കണ്ടുപിടിക്കുക, അങ്ങനെ ബിറ്റായിട്ടാണ് എക്സാമിനോട് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ ഒറ്റയടിക്കായിട്ട് ഫുള്ളായിട്ട് ചോദിച്ചിട്ടുള്ളത് ഗേറ്റ് എക്സാമിനാണ്. ഗേറ്റ് എക്സാമിന് ഇത് ഫുള്ളായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഒരു ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ കറക്റ്റഡ് ലെങ്ത് 2568 എന്ന് കിട്ടി. ഇനി അടുത്ത കറക്ഷൻ എന്താണ് നമുക്ക് കൊടുക്കാനുള്ളത്? നമ്മൾ കറക്ഷൻ ഫോർ എലിവേഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്തതാണ് കറക്ഷൻ ഫോർ ഗ്രേഡിയൻറ്റ്. നമ്മുടെ ഡേറ്റയിൽ തന്നിട്ടുണ്ട് കറക്ഷൻ ഗ്രേഡിയൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ കറക്ഷൻ ഫോർ ഗ്രേഡിയൻറ്റ്. അപ്പോൾ ഇനി ഗ്രേഡിയൻറ്റ് കറക്ഷൻ കൊടുക്കണം. ഓക്കെ, സോ നമുക്കിനി ഗ്രേഡിയൻറ്റ് കറക്ഷൻ കൊടുക്കാം. നമുക്കറിയാവുന്നതാണ് റൺവേ ലെങ്ത് increased at a rate of 20% for every 1% of effective gradient. ഓക്കെ, ഇനി ഇതിനകത്തിൽ എഫക്റ്റീവ് ഗ്രേഡിയന്റ് ഈ ക്വസ്റ്റിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് അല്ലേ? എഫക്റ്റീവ് ഗ്രേഡിയന്റ് ഇസ് ഈക്വൽ ടു 0.25% എന്ന്. ഓക്കെ, സോ എഫക്റ്റീവ് ഗ്രേഡിയന്റ് ഡയറക്റ്റ് ആയിട്ട് തന്നതാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രൊസീഡ് ചെയ്യാലോ, നമ്മൾ എന്തിനാ വളഞ്ഞ വഴിയൊക്കെ നോക്കുന്നത്? ഓക്കെ, സോ എഫക്റ്റീവ് ഗ്രേഡിയന്റും കൂടി അപ്ലൈ ചെയ്യാം. അപ്പോൾ കറക്ഷൻ വന്നിട്ട് correction is equal to 20/100 into 0.25/1. ഓക്കെ, അതായത് ഇത് 20.25%, അതായത് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ എഴുതുന്ന കൺഫ്യൂസ് ആവുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, സോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. എങ്ങനെ എഴുതിയാലും നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് വരുള്ളൂ. 20/100 1% ഇൻക്രീസ് അല്ലേ കൊടുക്കണ്ടേ? അപ്പം 0.25 1. ഓക്കെ, 0.25 1 എടുക്കണം. കിട്ടിയോ? 20% ഇൻക്രീസ്. കണ്ട, റൺവേ ലെങ്ത് റേറ്റ് ഓഫ് 20% നമ്മൾ ഇൻക്രീസ് ചെയ്യണം. എപ്പോഴാണ്? 0.2 എല്ലാ 1% ഓഫ് ഇൻക്രീസ് ഇൻ ദ എഫക്റ്റീവ് ഗ്രേഡിയന്റ്. ക്വസ്റ്റ്യനിൽ എഫക്റ്റീവ് ഗ്രേഡിയന്റ് 0.25 തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് 20/100 into 0.25/1. ഇനി നമ്മളുടെ റൺവേ ലെങ്ത് എന്തായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്? 2568 എന്ന്. ഓക്കെ, അപ്പം 2568. ഓക്കെ,
ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് ഏകദേശം 128.4 മീറ്റേഴ്സ് എന്ന് കിട്ടും. ഞാനിത് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഒരിക്കലും വന്നിട്ട് കാൽക്കുലേറ്റർ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കരുത്. നമുക്ക് ഗേറ്റ് എക്സാം അല്ല എഴുതുന്നത്, നമ്മൾ PSC എക്സാമിന് നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം കാൽക്കുലേഷൻസ് ചെയ്യുന്നത് കുറച്ച് സ്പീഡപ്പ് ചെയ്യണം. മിക്കവർക്കും പറ്റുന്ന പ്രോബ്ലം വന്നിട്ട് ഇപ്പോൾ വരുന്ന എല്ലാ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ഒരുപാട് ഇങ്ങനത്തെ പോയിന്റ് വാല്യൂകൾ വരും. അപ്പോൾ കാൽക്കുലേഷൻ ചെയ്യുന്നതിൽ നമുക്ക് ആൻസർ അറിയായിരിക്കും, പക്ഷെ കാൽക്കുലേഷൻ ചെയ്യുന്നതിൽ സമയം പോവാറുണ്ട് മിക്കവർക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ കാൽക്കുലേഷൻ കൈ കൊണ്ട് ചെയ്ത് സ്പീഡപ്പ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അല്ലാണ്ട് കാൽക്കുലേറ്ററിൽ ഒരിക്കലും എക്സാം പഠിക്കാൻ നേരത്ത് കൂടി ചെയ്ത് നോക്കരുത്. ഓക്കെ, അപ്പോൾ കറക്റ്റഡ് ലെങ്ത് എന്ന് പറയുന്നത് 2568 പ്ലസ് 128.4 മീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ഏകദേശം 2696.4 മീറ്റർ എന്ന് വരും. അത് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് 2700 മീറ്റേഴ്സ് എന്ന് എഴുതാം. ബിക്കോസ് നമ്മുടെ ഓപ്ഷൻസിലെല്ലാം പോയിന്റിലുള്ള ആൻസേഴ്സ് ഒന്നും ഇല്ല, എല്ലാം വന്നിട്ട് നോർമൽ ആയിട്ടുള്ള വാല്യൂസ് ആണ്. അപ്പോൾ 2700 മീറ്റേഴ്സ് ആണ് നമ്മുടെ ആൻസർ. കിട്ടിയോ ആൻസർ? ഓക്കെ, ആൻസർ വന്നിട്ട് 2700. ഓക്കെ, നമ്മൾ ചെയ്ത പ്രൊസീജിയർ ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് തരാം. ഓക്കെ, അതായത് കറക്ഷൻ ഫോർ എലിവേഷൻ. ആദ്യത്തെ കറക്ഷൻ എന്താണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാമല്ലോ. അതായത് ലെങ്ത് ഓഫ് ദ റൺവേ കറക്റ്റ് ചെയ്യണം. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റകൾ വന്നിട്ട് എലിവേഷൻ തന്നിട്ടുണ്ട് 300 മീറ്റേഴ്സ്, അതുപോലെ തന്നെ റിഫറൻസ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, അതുപോലെ ഗ്രേഡിയന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ 3 കറക്ഷനുകൾ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ 3 കറക്ഷനുകൾ ഏതൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന്, എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. കറക്ഷൻ ഫോർ എലിവേഷൻ ആദ്യം. കറക്ഷൻ ഫോർ എലിവേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് റൺവേ ലെങ്ത് ഇൻക്രീസസ് അറ്റ് 7% പെർ 300 മീറ്റർ റൈസ്. എല്ലാ 300 മീറ്റർ റൈസിലും 7% എന്താണ്, സോറി, ഫോർ എവറി 300 മീറ്റർ റൈസ് 7% റൺവേ ലെങ്ത് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ 7/100 ഇൻറ്റു ഈ 300 വന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 300 ആട്ടോ. എലിവേഷൻ 300 കൊടുത്തിട്ടുണ്ട്, കൺഫ്യൂസ് ആവാതിരിക്കുകയാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 300/300 ഇൻറ്റു റൺവേ ലെങ്ത്, അപ്പോൾ 140 കിട്ടി. ഇതാണ് നമ്മുടെ കറക്ഷൻ. ഓക്കെ, കറക്ഷൻ. ഇനി കറക്ഷൻ പ്ലസ് കറക്റ്റഡ് ലെങ്ത് ഇസ് ഈക്വൽ ടു റൺവേ ലെങ്ത് 2000 ആണെന്നറിയാം. കറക്ഷൻ അപ്ലൈ ചെയ്യുക 2140. ഇനി ഈ നമ്പർ ആയിരിക്കണം നമ്മൾ ബാക്കിയുള്ള കാൽക്കുലേഷൻസിൽ യൂസ് ചെയ്യേണ്ടത്. ടെമ്പറേച്ചർ കറക്ഷൻ കൊടുക്കാം. ടെമ്പറേച്ചർ കറക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ കറക്ഷൻ എന്ന് പറയുന്നത് എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ മൈനസ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ അറ്റ് എനി എലിവേഷൻ ആണ്. എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട് 33.05. ഇനി സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ അറ്റ് എനി എലിവേഷൻ നമുക്ക് അറിയില്ല. അത് കണ്ടുപിടിക്കാനായിട്ട് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ അറ്റ് എനി എലിവേഷൻ ഇസ് ഈക്വൽ ടു ടെമ്പറേച്ചർ അറ്റ് മീൻ സീ ലെവൽ മൈനസ് 0.0065 ഇൻറ്റു എലിവേഷൻ. ഓക്കെ, ടെമ്പറേച്ചർ അറ്റ് മീൻ സീ ലെവൽ നമ്മൾ എടുക്കുന്നത് 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0.0065 ഇൻറ്റു എലിവേഷൻ എന്ന് പറയുന്നത് 300. 300 എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എലിവേഷൻ ആണ് കേട്ടോ. ഒരിക്കലും ഈ 300 കൂടി കൺഫ്യൂസ് ആവരുത്. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ 300 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, 300. അപ്പോൾ നമ്മുടെ 13.05 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടി. ഇനി അത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. നമ്മൾ ഡിഗ്രി സെൽഷ്യസ് കൊണ്ടുപോയിട്ട് കറക്റ്റഡ് ലെങ്ത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റില്ല, അല്ലെ? രണ്ട് യൂണിറ്റാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന്റെ പെർസെൻറ്റേജ് കറക്ഷൻ പെർസെൻറ്റേജിലാക്കിയിട്ട് അതിനെ നമ്മൾ കറക്റ്റഡ് മീറ്റർ പോലെ എടുക്കും. അപ്പോൾ നമ്മുടെ 2140 ആണ് നമ്മുടെ ലെങ്ത് ഇപ്പോൾ റൺവേയുടെ. നമ്മൾ നേരത്തെ എലിവേഷൻ കറക്ഷൻ കൊടുത്തിട്ട് നമുക്ക് കിട്ടിയതാണ്. അത് ഇൻറ്റു 20/100. അപ്പോൾ നമുക്ക് 428 മീറ്റേഴ്സ് എന്ന് കിട്ടും. അത് ഇതിന്റെ ഒപ്പം ആഡ് ചെയ്താൽ കറക്റ്റഡ് ലെങ്ത് കിട്ടി. അപ്പോൾ ഇനിയുള്ള കാൽക്കുലേഷനിൽ നമ്മൾ 2568 ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം ഇപ്പം നമ്മുടെ റൺവേയുടെ ലെങ്ത് 2568 മീറ്റേഴ്സ് ആണ്. ഇനി അടുത്ത കറക്ഷൻ ഏതാണ്? ഗ്രേഡിയന്റ്. ഗ്രേഡിയന്റ് കറക്ഷന് റൺവേ ലെങ്ത് ഇസ് ഇൻക്രീസ്ഡ് അറ്റ് എ റേറ്റ് ഓഫ് 20% ഫോർ എവറി 1% ഓഫ് എഫക്റ്റീവ് ഗ്രേഡിയന്റ്. എഫക്റ്റീവ് ഗ്രേഡിയന്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.25. അപ്പോൾ 20/100 ഇൻറ്റു 0.25 എവറി 1% ഇൻക്രീസ്. അപ്പോൾ 0.25 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 2568. 2568 ആണ് നമ്മുടെ കറക്റ്റഡ് ലെങ്ത് ഇപ്പോൾ, അതായത് നമ്മുടെ റൺവേയുടെ ലെങ്ത് ഇപ്പോൾ. അപ്പോൾ നമുക്ക് 128.4 മീറ്റേഴ്സ് കിട്ടി. ഇത് കറക്റ്റഡ് ലെങ്ത്തിന്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് 2696.4 എന്ന് കിട്ടി. അത് അപ്രോക്സിമേറ്റ്ലി 2700 മീറ്റേഴ്സ് എഴുതാം. അപ്പോൾ ആൻസർ കിട്ടിയാലോ എല്ലാവർക്കും എങ്ങനെ വന്നു എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആസ് പെർ ICAO, the minimum basic runway length for A and E type of airport. A and E type of airportന്റെ ബേസിക് റൺവേ ലെങ്ത് എത്രയാണെന്ന്. ഓക്കെ, അറിയാന്നുള്ളവരൊന്ന് ടെക്സ്റ്റ് ചെയ്തേ. ഏത് ഓപ്ഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തോന്നുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇടാം കേട്ടോ. ഓക്കെ, റൺവേ ലെങ്ത് ഫോർ A and E type of airport. ഫോർ A and E type of airport ആൻസർ വന്നിട്ട് 2100 and 600. 2100 for A and E ക്ക് 600.
Okay, minimum basic runway length. കിട്ടിയല്ലോ. ഇനി അടുത്തത് the cruising speed of aircraft is 500 km/h. അപ്പൊ ക്രൂയിസിംഗ് സ്പീഡ് എന്ന് പറയുന്നത് നമ്മളുടെ എയർ സ്പീഡിനെ തന്നെയാണ് കേട്ടോ ഈ ക്രൂയിസിംഗ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, എയർ സ്പീഡ്. ഓക്കെ, എയർ സ്പീഡിനെ തന്നെയാണ് ക്രൂയിസിംഗ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ ക്രൂയിസിംഗ് സ്പീഡ്, okay, that is 500 km/h. If there is a headwind of 50 km/h, then the airspeed and the ground speed of the aircraft will be. ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എയർ സ്പീഡും ഗ്രൗണ്ട് സ്പീഡും എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ എയർ സ്പീഡും ഗ്രൗണ്ട് സ്പീഡും, ഓക്കെ, ഒരു ഇക്വേഷൻ ഉണ്ട്. ഗ്രൗണ്ട് സ്പീഡ് ഇസ് ഈക്വൽ ടു, ഓക്കെ, ഇറ്റ്സ് ഇൻ ദ ഹെഡ്വിൻഡ് ഓഫ് 50 km/h. ഓക്കെ, ഹെഡ്വിൻഡ് തന്നിട്ടുണ്ട് is equal to 50 km/h. Okay, okay, ഗ്രൗണ്ട് സ്പീഡാണ് ക്രൂയിസിംഗ് സ്പീഡ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ആൻസർ കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, ഗ്രൗണ്ട് സ്പീഡ് is equal to cruising speed. ഇപ്പം ശരിയായി. ഓക്കെ, നൗ ഗ്രൗണ്ട് സ്പീഡ് is equal to, ഇക്വേഷൻ ഉണ്ട് കേട്ടോ. ഗ്രൗണ്ട് സ്പീഡ് is equal to എയർ സ്പീഡ് പ്ലസ് ഹെഡ്വിൻഡ് അല്ലെങ്കിൽ വിൻഡ് സ്പീഡ് കേട്ടോ. അപ്പോൾ ഗ്രൗണ്ട് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഗ്രൗണ്ട് സ്പീഡ് നമുക്ക് അറിയാം, രണ്ടും കൂടി ഈക്വൽ, ക്രൂയിസിംഗ് സ്പീഡ് ഈക്വൽ ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 500 km/h തന്നെയാണ്. സോ ഇറ്റ് ഈസ് 500. എയർ സ്പീഡ് നമുക്ക് അറിയില്ല, അപ്പം ഞാൻ എയർ എന്ന് എഴുതി വെക്കുവാണ് കേട്ടോ ഇവിടെ. പ്ലസ് 50, അപ്പം എയർ ഇസ് ഈക്വൽ ടു 500 minus 50, so you'll be getting 450 km/h. Okay, so 450 km/h അതുപോലെ തന്നെ ഗ്രൗണ്ട് സ്പീഡ് 500 km/h. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്, 450 km/h ആൻഡ് 500 km/h. ഓക്കെ, സോ ആൻസേഴ്സ് കിട്ടിയല്ലോ. നെക്സ്റ്റ്, ഫോർ ഡിറ്റർമൈനിങ് ദ ബേസിക് റൺവേ ലെങ്ത്, ദ ലാൻഡിംഗ് കേസ് റിക്വയർസ് that aircraft should come to a stop within p% of the landing distance. Okay, ഇപ്പൊ ഇതിലെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് കാണുമ്പോൾ ലാൻഡിംഗ് കേസ് എന്താ, ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ക്ലിയർ വേ എന്താന്ന് നോക്കണം. ക്ലിയർ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ഏരിയ ബിയോണ്ട് ദി എൻഡ് ഓഫ് ദി റൺവേ സെൻട്രലി ലൊക്കേറ്റഡ് അലോങ് ദി എക്സ്റ്റെൻഡഡ് സെന്റർ ലൈൻ ഓഫ് ദി റൺവേ ആൻഡ് നോട്ട് ലെസ് ദാൻ 150 മീറ്റർ ഇൻ ദ വിഡ്ത്ത്. ഓക്കെ, അതായത് ദ ഏരിയ ബിയോണ്ട് ദി എൻഡ് ഓഫ് ദി റൺവേ, റൺവേന്റെ കുറച്ച് കഴിഞ്ഞിട്ട്, റൺവേ കഴിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പോർഷൻ ആണ് ഈ ക്ലിയർ വേ എന്ന് പറയുന്നത്. ഈ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലിയർ വേ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ ക്ലിയർ വേ. ഇറ്റ് ഈസ് സെൻട്രലി ലൊക്കേറ്റഡ് അലോങ് ദ സെന്റർ ലൈൻ ഓഫ് ദി റൺവേ, റൺവേയുടെ സെന്റർ ലൈനിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് വിഡ്ത്ത് നോട്ട് ലെസ് ദാൻ 150 മീറ്റർ, വിഡ്ത്ത് വന്നിട്ട് നോട്ട് ലെസ് ദാൻ 150 മീറ്റർ. ഓക്കെ, ഇതിന്റെ ക്ലിയർ വേ ലെങ്ത് കണ്ടുപിടിക്കാനൊരു ഫോമുല ഉണ്ട്. ക്ലിയർ വേ ലെങ്ത് ഇസ് ലെസ് ദാൻ 0.5 ടൈംസ് 0.5 എന്നുള്ളത് 1/2 എന്ന് ഇടാം കേട്ടോ. 1/2 ഇൻറ്റു 1.15 ഇൻറ്റു ടേക്ക് ഓഫ് ഡിസ്റ്റൻസ് മൈനസ് 1.15 ഇൻറ്റു ലിഫ്റ്റ് ഓഫ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ വേ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഇതേ സാധനം തന്നെ നോർമൽ ടേക്ക് ഓഫിന്റെ ഒരു കേസ് വരുന്നുണ്ട്. നോർമൽ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, നോർമൽ ലാൻഡിംഗ് കേസ് പറയാം. നോർമൽ ലാൻഡിംഗ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലാൻഡിംഗ് case requires that aircraft should come to stop within
60%. ഓക്കെ, അതായത് ലാൻഡിംഗ് ഡിസ്റ്റൻസിന്റെ 60% ആണ് നോർമൽ ലാൻഡിംഗ് കേസ് എന്ന് പറയുന്നത്. നോർമൽ ലാൻഡിംഗ് കേസ് എന്ന് പറയുന്നത് ലാൻഡിംഗ് ഡിസ്റ്റൻസിന്റെ 60% ആണ്. അപ്പൊ നമ്മുടെ ആൻസർ വന്നിട്ട് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഫോർ ഡിറ്റർമൈനിങ് ദ ബേസിക് റൺവേ ലെങ്ത് ദ ലാൻഡിംഗ് കേസ് റിക്വയേഴ്സ് എയർക്രാഫ്റ്റ് ഷുഡ് കം ടു എ സ്റ്റോപ്പ് വിത്തിൻ P%. അതായത് എത്ര പെർസെന്റേജിലാണ് നിൽക്കേണ്ടത്? 60%-ൽ നിൽക്കണം. ഓക്കെ, സോ മനസ്സിലായാലോ എന്താണ് ആൻസർ എന്ന്? 60%. Okay, according to ICAO according to all markings on the runways are runway markings ഒക്കെ എന്ത് കളറിലാണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ വന്നിട്ട് യെല്ലോ, വൈറ്റ്, ബ്ലാക്ക്, റെഡ്. ഇതിൽ എന്താണ് ഓപ്ഷൻ എന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, ആൻസർ അറിയാന്നുള്ളവരൊന്നിട്ടേ. ഫോർ റൺവേ മാർക്കിങ്ങിന് നമ്മൾ യൂഷ്വലി വൈറ്റ് കളറാണ് പ്രിഫർ ചെയ്യുന്നത്. യെല്ലോ വന്നിട്ട് ടാക്സി വേസിനാണ് കേട്ടോ. ടാക്സി വേയുടെ മാർക്കിങ്സ് എല്ലാം യെല്ലോ കളറിലാണ് കൊടുക്കുന്നത്. റൺവേസിൽ വന്നിട്ട് വൈറ്റ് കളറിലാണ് കൊടുക്കുന്നത് മാർക്കിങ്സ്. ഓക്കെ, the runway threshold is indicated by a series of parallel lines starting from a distance of threshold value is indicated by a series of parallel lines starting from a distance of 6 meter from the runway end. Runway end ന്ന് ഒരു 6 meter distance മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, runway threshold values. The width and interval of transverse centerline bars along the extended centerline of the runway in approach lighting system. In approach lighting system, width and interval of the runway centerline bars. അറിയാന്നുള്ളവരൊന്ന് ടെക്സ്റ്റ് ഇട്ടേ. The answer is 4.2 and 30 meters. 4.2 and 30 meters. The size of landing area for multi-engine helicopters operating under IFR conditions. The size of landing area for multi-engine helicopters. Multi-engine helicopters in the landing area. Okay, it is given as 60 meter by 120 meter. 60 meter by 120 meters. For supersonic transport, the minimum turning radius of a taxiway is, നമ്മൾ recommended radius of taxiways നമ്മൾ കണ്ടായിരുന്നു. Okay, recommended values ഏതൊക്കെയായിരുന്നു? ഫോർ സ്മോളിന് ഇത് 60, അതുപോലെ തന്നെ സബ്സോണിക് 135 അല്ലേ? അപ്പൊ അതിന്റെ മിനിമം എന്താ ഞാൻ പറഞ്ഞിരുന്നത്? മിനിമം വാല്യൂ 120 എങ്കിലും വന്നിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ സൂപ്പർ സോണിക്കിന് 250 ആണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. മിനിമം വാല്യൂ 180 ആണ്. 180 meters ആണ് മിനിമം വാല്യൂ. ആൻസർ 180. കിട്ടിയോ? ഓക്കെ, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഈ ഡേറ്റാസ് നോട്ട് ചെയ്തേക്കണം. ഓക്കെ, determine the turning radius of a taxiway for supersonic jet with following data. അപ്പോൾ സൂപ്പർസോണിക് ജെറ്റിന്റെ ടേണിംഗ് റേഡിയസ് കണ്ടുപിടിക്കാനാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. കുറച്ച് ഡേറ്റകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ സൂപ്പർസോണിക് ജെറ്റിന്റെ ഫോർമുലാസ് എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ നമ്മളുടെ ആദ്യത്തെ ഒരു എംപിരിക്കൽ ഫോർമുല ഉണ്ട്. എന്താണ്? R is equal to V square divided by 125 into F. ഇതിനകത്തില് the coefficient of friction between the tire and the pavement തന്നിട്ടുണ്ട്. സോ ഇതില് F is equal to 0.15 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ V നോക്കുമ്പോൾ ടേണിംഗ് സ്പീഡ് is equal to 50 km/h. അപ്പം V is equal to 50 km/h എന്ന് തന്നിട്ടുണ്ട്. അപ്പം R is equal to 50 square divided by 125 into 0.15. Okay, so 1, 2,
5. Okay, ഇപ്പോൾ 50 സ്ക്വയർ ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു 0.15 ആൻസർ ചെയ്യുമ്പം ഏകദേശം 133.33 മീറ്റേഴ്സ് എന്ന് കിട്ടും. നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ 133.3 മീറ്റേഴ്സ് നമ്മുടെ ആൻസർ 133.3 മീറ്റേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റുമോ നോക്കിയാൽ നമ്മുടെ ഡിറ്റർമൈൻ ദ ടേണിംഗ് റേഡിയസ് ഓഫ് എ ടാക്സി വേ ഫോർ സൂപ്പർസോണിക് ജെറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഓക്കെ, ഞാൻ വേറൊരു ഇതും കൂടി പറഞ്ഞിട്ട് ഞാനത് പറഞ്ഞുതരാം എന്താണ്. ഓക്കെ, സോ ഇനി ബൈ ഹോൺജെഫിന്റെ ഒരു ഫോമുല ഉണ്ടല്ലോ, ഹോൺജെഫ് ഇക്വേഷൻ. എന്തായിരുന്നു ഹോൺജെഫ് ഇക്വേഷൻ? R is equal to 0.388 into W square divided by T by 2 അല്ലെങ്കിൽ 0.5T minus S. ഇതാണ് ഹോൺജെഫിന്റെ ഫോമുല. ഇതിൽ W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. W is equal to 18 മീറ്റേഴ്സ്. വീൽ ബേസിന്റെ ലെങ്ത് ആണത്, 18 മീറ്റർ തന്നിട്ടുണ്ട്. T എന്ന് പറയുന്നത് നമ്മളുടെ ഓക്കെ, T എന്ന് പറയുന്നത് ഓക്കെ T is the width of the taxiway. Width of the taxiway ഇതിൽ tread of the main landing gear 6.5 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. Width of the taxiway പറഞ്ഞിട്ടില്ല. സോ width of the taxiway നമ്മൾ ഏകദേശം 22.5 എടുക്കാം. ഓക്കെ, 22.5 മീറ്റേഴ്സിന് എടുക്കാം. തന്നിട്ടില്ലാത്തതുകൊണ്ട് സൂപ്പർ സോണിക്കിന് നമ്മൾക്ക് ഏകദേശം 22.5 മീറ്റേഴ്സിന് എടുക്കാം കേട്ടോ. ശരി, അപ്പം 0.388 ഇൻറ്റു W is equal to 18 സ്ക്വയർ. W തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഇനി T എന്ന് പറയുന്നത് 22.5/2 മൈനസ് S എന്ന് പറയുന്നത് എന്തായിരുന്നു? S is equal to the distance between the main gear and the edge of the taxiway ആണ്. Distance between the main gear and the edge of the taxiway. ഇതിൽ പറഞ്ഞിരിക്കുന്നത് the tread of the main leading gear എന്ന് പറഞ്ഞിട്ട് 6.5 മീറ്റർ തന്നിട്ടുണ്ട്. നമുക്ക് വേറൊരു കാര്യം കൂടി അറിയാം. എഡ്ജ് ഓഫ് ദ ടാക്സിവേ നമ്മളുള്ള ക്ലിയറൻസ് എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. അപ്പോൾ 6 + 6.5 കൊടുക്കണം. ഓക്കെ, 6 + 6.5/2. ഓക്കെ, സെൻറ്റർ ലൈൻ ആണ് എടുക്കേണ്ടത്, സെൻറ്റർ ലൈൻ ഡിസ്റ്റൻസ്. സോ യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ഏകദേശം 62.86 മീറ്റേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, ഈ കണ്ടീഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം, വേറെ ഒരു ഡേറ്റയും തന്നിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഈ പ്രോബ്ലത്തിന് ഈ ഡേറ്റ എടുത്താൽ മതി. ഓക്കെ ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫോമുല വെച്ചിട്ട് തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫിനിഷ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് വാല്യൂകൾ കണ്ടോ, 133.3യും 62.86 കിട്ടിയത്. പക്ഷെ ഒരു സൂപ്പർ സോണിക് ജെറ്റിന് മിനിമം ടേണിംഗ് റേഡിയസ് 180 മീറ്റർ നിർബന്ധമായിട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ മിനിമം കിട്ടിയിരിക്കുന്ന വാല്യൂവിനേലും ചെറിയ വാല്യൂസ് ആണ് നമുക്ക് ഫോമുല ആഡ് ചെയ്ത് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മിനിമം വാല്യൂ എടുക്കണം. ഓക്കെ, സോ നമ്മുടെ ആൻസർ വന്നിട്ട് മിനിമം വാല്യൂ ആയിരിക്കും, അതായത് 180 മീറ്റേഴ്സ് ആയിരിക്കും ആൻസർ. ഓക്കെ, 180 മീറ്റേഴ്സ് ആണ് ആൻസർ. മനസ്സിലായാലും എന്തുകൊണ്ടാണ് എടുക്കാൻ പറഞ്ഞതെന്ന്? R is equal to V²/125 Fൽ തന്നെ നമുക്ക് ആൻസർ ക്ലിയർ ആണ്. 180 മീറ്റേഴ്സ് എടുക്കേണ്ടി വരും. ഓക്കെ, സോ നമ്മുടെ ഈ ആൻസർ ഈ 180 മീറ്ററിന് കൂടുതലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഹെർഷോഫ് ഫോമുലയും കൂടി ഇട്ടിട്ട് ഈ മൂന്നെണ്ണത്തിലും ഏത് വാല്യൂ ആണോ വരുന്നത് ആ വാല്യൂ 240ൽ കൂടാത്തൊരു വാല്യൂ നമുക്ക് എടുക്കാം. ഓക്കെ, ഈ വാല്യൂവിലെ ഒരു മിനിമം വാല്യൂ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം ഇതിൽ വന്നിട്ട് ഈ വാല്യൂസ് വന്നിട്ട് 133.33യും അതുപോലെ തന്നെ 62.86 ആയതുകൊണ്ട് 180 മിനിമം വേണ്ടത് കൊണ്ടും നമ്മുടെ ആൻസർ 180 മീറ്റേഴ്സ് ആണ്. ഓക്കെ, സോ എന്താണെന്ന് മനസ്സിലായല്ലോ അത് എടുത്തതിന്റെ റീസൺ എന്താണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ് ഫോർ സർവീസിംഗ് ആൻഡ് റിപ്പയർ ഓഫ് ദി എയർക്രാഫ്റ്റ്? സർവീസിംഗ് ആൻഡ് റിപ്പയർ ഓഫ് ദി എയർക്രാഫ്റ്റ് ആൻസർ അറിയാന്നുള്ളവരൊന്ന് ടെക്സ്റ്റ് ഇട്ടേ. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓക്കെ, ഹങ്കർ ഇ ആണ് കേട്ടോ ഇവിടെ. ഓക്കെ, ആൻസർ ഹങ്കാർ ആണ്. ഹങ്കാർ വന്നിട്ട് ആണ് നമ്മുടെ എയർക്രാഫ്റ്റുകൾ സൂക്ഷിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ സർവീസിങ് റിപ്പയറും അതുപോലെ അതൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ആപ്രോൺ വന്നിട്ട് പാർക്കിംഗ് ആണ് കേട്ടോ, ഇതിന്റെയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന സ്പേസ് ആണ് ആപ്രോൺ. ടെർമിനൽ ബിൽഡിംഗ് അറിയാലോ, നമ്മൾ ടിക്കറ്റ് എടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നടക്കുന്ന സ്ഥലമാണ് ടെർമിനൽ ബിൽഡിംഗ് ഓഫ് ദി എന്താണ് എയർപോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ the slope of the transitional surface for A, B and C type of runway. A, B and C type of runway slope of the transitional surface ആണ് ചോദിച്ചിരിക്കുന്നത്. 1:7 ആണ് ആൻസർ. Okay, it is 1:7. The slope of the transitional surface
for A, B and C type of runway shall be 1:7. Okay. The length of clear zone for a non-instrument runway for of a small aircraft. ഒരു small aircraftന്റെ clear zone ആണ് ചോദിച്ചിരിക്കുന്നത്. That is, answer is 300 meters. 300 meters. Okay. The radius of an exit taxiway. Exit taxiway radius എന്ന് പറയുന്നത് with design exit speed of 80 km/h and coefficient of friction is equal to 0.15 dash. And the radius of the exit taxiway ചോദിച്ചിരിക്കുന്നത് ഈ എക്സിറ്റ് ടാക്സിവേയുടെ എല്ലാത്തിനും റേഡിയസ് ടേണിംഗ് റേഡിയസ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്റെ റേഡിയസിന്റെ ഇക്വേഷനും സെയിം ഇക്വേഷൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മളുടെ ഒരു എംപിരിക്കൽ ഫോമുല ഉണ്ടല്ലോ ടേണിംഗ് റേഡിയസ് കണ്ടുപിടിക്കാനായിട്ട്, ഞാൻ കുറച്ചു മുമ്പ് എഴുതിയതാണത്. അപ്പം R is equal to V square divided by 125 F എന്നുള്ള ഫോമുല തന്നെ യൂസ് ചെയ്യാം. ഇതിൽ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 km/h തന്നിട്ടുണ്ട്. അപ്പോൾ 80 സ്ക്വയർ ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.15. ഓക്കെ, സോ ഇത് ക്യാൻസൽ ചെയ്യുമ്പം നമുക്ക് കുറേ ലൈക്ക് ടേംസ് ഉണ്ട്. ഇതൊക്കെ ക്യാൻസൽ ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ 341.33 meters എന്ന് കിട്ടും. ഓക്കെ, 341.33 meters ആൻസർ കിട്ടും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് നിങ്ങൾ വന്നിട്ട് കാൽക്കുലേറ്ററിലിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കരുത്, അല്ലാതെ ക്യാൻസൽ ചെയ്ത് കൈ കൊണ്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇല്ലെങ്കിൽ എന്താ പറ്റുന്നത് വെച്ചാൽ എക്സാം ടൈമിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു സ്പീഡ് കിട്ടില്ല. മിക്കവർക്കും ആ സ്പീഡിന്റെ ഒരു പ്രശ്നം വരുന്നത് അവിടെയാണ്. ഓക്കെ, നമുക്കിതെല്ലാം അറിയായിരിക്കും, പക്ഷെ ഇത് ചെയ്യാൻ പറ്റാണ്ടായി പോകും. The point of intersection of obstruction, clearance line and extended plane of runway surface and the other end of the runway. The point of intersection of the obstruction clearance of extended plane of runway surface and the other end of the runway. അതിന് പറയുന്ന പേരാണ് the effective length of the runway. ഇതാണ് effective length of the runway എന്ന് പറയുന്നത്. ഓക്കെ, effective length of the runwayയുടെ ഡെഫിനിഷൻ ആണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളത് നോക്കി പഠിച്ചു വെക്കണം. ഓക്കെ, നെക്സ്റ്റ്, the longitudinal section of a runway provide following data. അപ്പം നമുക്കൊരു longitudinal section of a runway ഉണ്ട്, അല്ലെ runway കുറച്ച് ഡേറ്റാസ് തന്നിട്ടുണ്ട്. effective gradient of the runway ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ എഫക്റ്റീവ് ഗ്രേഡിയന്റ് കണ്ടുപിടിക്കാനുള്ള ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസും സ്ഥിരമായിട്ട് കാണുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. ഓക്കെ, അപ്പോൾ എൻഡ് റൺവേ ലെങ്ത് എന്ന് പറയുന്നത് 0 to 200, 200 to 600, ഇതിനൊക്കെ കുറച്ച് വാല്യൂസും തന്നിട്ടുണ്ട്. ഇതെങ്ങനെ സോൾവ് ചെയ്യണ്ടേന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് സോൾവ് ചെയ്യുന്നത് നെക്സ്റ്റ് പേജിൽ ഞാൻ സോൾവ് ചെയ്യുവാണ് ഇത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ചെയിനേജസ് എഴുതാം. ചെയിനേജസ് എഴുതാം. ഇവിടെ നോക്കിയേ, ചെയിനേജ് എന്തൊക്കെയാണ്? 0 to 200, അപ്പോൾ 200, 600, 1200, അതുപോലെ 1600. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെയിനേജുകൾ. ഓക്കെ, അപ്പോൾ ചെയിനേജുകൾ 0, പിന്നെ 200, 1200, സോറി 600 കഴിഞ്ഞിട്ട് 1200, 600, 1200, 1600. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ചെയിനേജുകൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡിഫറൻസസ് എടുക്കുവാണ് കേട്ടോ. ഫസ്റ്റ് വൺ ഞാൻ ഡിഫറൻസുകൾ എടുത്ത് എഴുതുവാണ് ഈ ചെയിനേജുകളുടെ. ഓക്കെ, നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് പോകണം കേട്ടോ അതിന്. അപ്പം 200 മൈനസ് 0 200 തന്നെ. ഓക്കെ, 200 മൈനസ് 0 200 തന്നെ. ഓക്കെ, അതുപോലെ തന്നെ 600 മൈനസ് 200 400. അടുത്തത് 600 മൈനസ് 1200 അല്ലേ, 1200 ആണെന്ന് തോന്നുന്നു. 1200 it is 600. ഓക്കെ, 1600 മൈനസ് 1200 ഇവിടെ വാല്യൂ വന്നിട്ട് 400.
ഓക്കെ, ഞാൻ ഈ ഡിഫറൻസുകളൊന്നും എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ, നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ എന്ന് വെച്ച്. ഞാൻ ഇപ്പോൾ എലിവേഷൻസ് എഴുതാം കേട്ടോ. ഇതിലാണ് കാര്യം കിടക്കുന്നത്. ഓക്കെ, എലിവേഷൻസ് ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, നമുക്ക് എലിവേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഫസ്റ്റ് എലിവേഷൻ നമ്മൾ 100 എടുത്തു. ഓക്കെ, ഫസ്റ്റ് എലിവേഷൻ ഞാൻ 100 എടുത്തു. ഓക്കെ, ഇനി അടുത്ത എലിവേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നോക്കാം. 100 പ്ലസ് ഇത് 200 അല്ലേ നമ്മുടെ ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം 200/100. ഓക്കെ, അപ്പം എനിക്ക് 108 എന്ന് കിട്ടി. ഓക്കെ, അല്ല 102 എന്ന് കിട്ടി. 102 ആണെന്ന് തോന്നുന്നു വരുന്നത്. 100 ക്യാൻസൽ ആയി പോയി. 100 + 2 വന്നിട്ട് 102 എന്ന് കിട്ടി. ഇനി അടുത്തത് 102 ആട്ടോ ഇനി ചെയ്യേണ്ടത്. 102 പ്ലസ് 600 ഡിവൈഡഡ്, സോറി 600 അല്ല 400 ഡിവൈഡഡ് ബൈ 100. 100 വെട്ടിപ്പോയി. ഈ 400 വന്നിട്ട് ഇവിടെ മൈനസ് ആണ് കേട്ടോ കിടക്കുന്നത്. മൈനസിൽ പ്ലസ് മറന്നു പോലെ, -1 ഉണ്ട്, അതുപോലെ തന്നെ +0.8ഉം +0.2 മറന്നു പോരുതേ. ഓക്കെ, ഈ 200ന്റെ കൂടെ ഇൻറ്റു 1 എന്നും കൂടി എഴുതിയേക്കണേ ഇവിടെ, ഇൻറ്റു -1 എഴുതിയേക്കണേ. സോ -4 ആവും. 102 - 4 എന്ന് പറയുന്നത് 98 വരും. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ 98. അടുത്തത് ഗ്രേഡിയൻ്റ് എത്രയാണ് ഇവിടെ? 0.8 അല്ലേ? ഗ്രേഡിയൻ്റ് 0.8 പ്ലസ് ഓക്കെ, ഗ്രേഡിയൻ്റ് 0.8 പ്ലസ് 0.8 പ്ലസ് ഗ്രേഡിയൻ്റ് അല്ലേ? പ്ലസ് 0.8, യെസ്, 0.8/100 ഇൻറ്റു 600. ഓക്കെ, 600 കിട്ടിയല്ലോ. നമുക്ക് ആൻസർ എന്താ വരുന്നത്? ഏകദേശം 102.8 അല്ലേ? 102.8 എന്ന് വരും. അപ്പോൾ അടുത്തത് 102.8, ഇത് പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ് തന്നെയാണ്. അപ്പോൾ +2, 0.2/100 ഇൻറ്റു 400. നമുക്കിവിടെ ആൻസർ 103.6 എന്ന് കിട്ടും. ഓക്കെ, അപ്പം 3 എലിവേഷൻസ് കിട്ടിയല്ലോ. ഓക്കെ, നമ്മളുടെ ഫോർമുല ഫോർ ദി ഗ്രേഡിയൻറ്റ്, എഫക്റ്റീവ് ഗ്രേഡിയൻറ്റിൻ്റെ ഫോർമുല എന്തായിരുന്നു? എഫക്റ്റീവ് ഗ്രേഡിയൻറ്റിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എന്തായിരുന്നു? എഫക്റ്റീവ് ഗ്രേഡിയൻറ്റ് ഞാൻ നേരത്തെ എഴുതി തരുന്ന ഫോർമുല എന്തായിരുന്നു? ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ് എലിവേഷൻ ഡിവൈഡഡ് ബൈ റൺവേ ലെങ്ത് ഇൻറ്റു 100 അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഹയസ്റ്റ് എലിവേഷൻ എത്രയാ? 103.6 അല്ലേ? അപ്പോൾ 103.6 മൈനസ് ലോവസ്റ്റ് എത്രയാ? 98. അപ്പോൾ 98. റൺവേ ലെങ്ത് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് നോക്കുമ്പോൾ എത്രയാ? 1600 അല്ലേ ലാസ്റ്റ് വാല്യൂ? അപ്പോൾ 1600 ആണ് നമ്മുടെ റൺവേ ലെങ്ത്. ഓക്കെ, 1600 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ 1036 പോയിന്റ് ഇത് വന്നിട്ട് ഏകദേശം 5.6 വരും. ഡിവൈഡഡ് ബൈ 1600 ഇൻറ്റു 100. നിങ്ങൾ ആൻസേഴ്സ് ഒക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 0.35% എന്ന ആൻസർ വരും. ഓക്കെ, 0.35% എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടിയല്ലോ, 0.35%. ഈ ആൻസർ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? നമ്മളുടെ ആദ്യം നമുക്ക് ചേഞ്ചസ് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡിഫറൻസുകൾ എഴുതി വെച്ചാലും മതി. ഓക്കെ, ഡിഫറൻസ് എഴുതി വെച്ചാലും മതി. അതായത് 200 - 0, 600 - 200, 1200 - 600, 1600 - 1200. ഞാൻ ആ ഡിഫറൻസുകളൊക്കെ ഇവിടെ എഴുതി വെച്ചു. ഓക്കെ, ഇനി ആദ്യത്തെ എലിവേഷൻ 100 എടുത്തു. എന്നിട്ട് 100 + 200/100 ഇൻറ്റു ഗ്രേഡിയൻറ്റ്. ഗ്രേഡിയൻറ്റ് 1 ആണ്. അതുപോലെ തന്നെ അപ്പോൾ ഒരു ആൻസർ കിട്ടി. ഇനി ആ ആൻസർ പ്ലസ് നമ്മുടെ ഡിഫറൻസ് 400. ഓക്കെ, ആൻസർ 400/100 ഇൻറ്റു -1. ഗ്രേഡിയൻറ്റ് -1 ആണ്. ഇനി നമുക്കൊരു വാല്യൂ കിട്ടി 98. 98 പ്ലസ് നമ്മുടെ ഗ്രേഡിയൻറ്റ് 0.8 ആണ് ക്വസ്റ്റ്യനിൽ അല്ലേ? ക്വസ്റ്റ്യനിൽ 0.8 ആണ്.
അപ്പോൾ 0.8 ഇൻറ്റു 600 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ നമുക്ക് 102.8 എന്ന് കിട്ടി. ഇനി ഇതേപോലെ തന്നെ 102.8 പ്ലസ് എന്താണ് 0.2 വന്നിട്ട് നമ്മുടെ ഗ്രേഡിയൻറ്റ് 0.2 ആണ് ലാസ്റ്റ് തന്നിരിക്കുന്നത്. 0.2 ബൈ 100 ഇൻറ്റു 400. ഓക്കെ, ഇതിങ്ങോട്ട് ഇടുന്നു, ഇതിങ്ങനെ വന്നു, ഇതിങ്ങനെ എഴുതണം. ഓക്കെ, സോ 103.6 കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് വന്നിട്ട് ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ് ബൈ റൺവേ ലെങ്ത് ഇൻറ്റു 100 ആണ്. അപ്പോൾ അത് രണ്ടും കൂടി മൈനസ് ചെയ്യുക, ഇൻറ്റു റൺവേ ലെങ്ത് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക, 0.35% എന്ന് കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following instances of performances of aircraft is not considered for determining basic runway length? ഓക്കെ, ബേസിക് റൺവേ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാത്ത ഡേറ്റ ഇതിനകത്തിൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ യൂസ് ചെയ്യാത്ത ഡേറ്റ ഫോർ ബേസിക് റൺവേ ലെങ്ത് അറിയാന്നുള്ളവരൊന്ന് ടെക്സ്റ്റ് ചെയ്തേ. റൺവേ ലെങ്ത്തിന് യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. സോ എമർജൻസി ലാൻഡിങ് കേസ് വന്നിട്ട് നമുക്ക് ബേസിക് റൺവേ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഫോർ എമർജൻസി ലാൻഡിങ് കേസ് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, എമർജൻസി ലാൻഡിങ് കേസ്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ വന്നിട്ട് എല്ലാ ക്വസ്റ്റ്യനുകളും ഒന്നുകൂടി എടുത്തു വെച്ച് നോക്കണം. ഓക്കെ, എന്താണ് ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇനി അടുത്ത ആപ്പ് ലൈവിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, സോ എല്ലാവരും ചെക്ക് ഔട്ട് ദ ആപ്ലിക്കേഷൻ. സോ നിങ്ങൾക്ക് നോട്ട്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ താങ്ക് യു.